നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. മലയാളിയുടെ വായനയിൽ വിപ്ലവം സൃഷ്ടിച്ച PN പണിക്കരുടെ സ്മരണയായി വായനാ ദിനം. ചേർപ്പ് മേഖലയിലെ വിദ്യാലയങ്ങളിൽ വായനാ ദിനാചരണം വിപുലമായി ആചരിച്ചു. അവസ്ഥകൾ പഴയതു തന്നെ. നവീകരിച്ച ചേർപ്പ് അങ്ങാടിക്കുളം കാട് പിടിച്ചു നശിക്കുന്നു. പെരുമ്പള്ളിശ്ശേരി ചങ്ങരയിൽ പാടത്ത് വൻതോതിൽ മാലിന്യം തള്ളിയ സംഭവത്തിൽ ചേർപ്പ് പഞ്ചായത്ത് നടപടി സ്വീകരിച്ചു. സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകനും അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും വെങ്ങിനിശ്ശേരി സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റുമായ ബോബൻ ചക്കാലക്കലിന്റെ നിര്യാണത്തിൽ പാലക്കലിൽ അനുശോചന യോഗം നടത്തി. വാർത്തകൾ വിശദമായി. വായനയുടെ പ്രാധാന്യത്തെയും മഹത്വത്തെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു വായനാ ദിനം കൂടി. പുസ്തകങ്ങളുടെയും വായനയുടെയും ഈ പുതിയ ലോകത്തും വായനാ ദിനത്തിന്റെ പ്രാധാന്യം കുറയുന്നില്ല. വായിച്ചു വളരുക എന്ന ആഹ്വാനം ചെയ്ത് വായനയുടെ മാധുര്യത്തെ മലയാളികൾക്ക് പകർന്നു നൽകിയ PN പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. 1995 ജൂൺ 19 ആ അതികായകൻ വിട പറഞ്ഞത്. 1926 ജന്മനാട്ടിൽ സനാതന ധർമ്മം എന്ന ഗ്രന്ഥശാല സ്ഥാപിച്ച അദ്ദേഹം കേരള ഗ്രന്ഥശാല സംഘം രൂപീകരിച്ചു. കേന്ദ്രീകൃത സംവിധാനമില്ലാതെ പ്രവർത്തിച്ചിരുന്ന സംസ്ഥാനത്തെ ആയിരക്കണക്കിന് ഗ്രന്ഥശാലകളെ കേരള ഗ്രന്ഥശാല സംഘത്തിന് കീഴിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. മലയാളിയെ വായനയുടെ വിശാലതയിലേക്ക് കൈപിടിച്ചുയർത്തിയത് അദ്ദേഹമാണ്. വീടുകളിൽ പുസ്തകങ്ങൾ എത്തിച്ച് വായനയിലൂടെ വിവേകം നേടാൻ പൊതുവായിൽ നാരായണ പണിക്കർ ആളുകളെ പഠിപ്പിച്ചു. വായനയെക്കുറിച്ച് നിരന്തരം സംസാരിച്ചു. വായനയിലൂടെ അറിവിന്റെയും ഭാവനയുടെയും ലോകം നമുക്ക് മുന്നിൽ തുറക്കപ്പെടുന്നു. ഒരു വ്യക്തി തന്റെ ചുറ്റുപാടുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ചിന്തിക്കുന്നതിനും പ്രതികരിക്കുന്നതിലുമെല്ലാം വായനാശീലത്തിന് വലിയ പങ്കുണ്ട്. നവീകരിച്ച ചേർപ്പ് അങ്ങാടിക്കുളം കാട് പിടിച്ച് നശിക്കുന്നു. കെട്ടുക, ഇടിയുക, നവീകരിക്കുക, നശിക്കുക എന്ന പഞ്ചായത്ത് കലാപരിപാടികളുടെ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഈ കുളം. ചുരുങ്ങിയ കൊല്ലത്തിനുള്ളിൽ പലതവണ കുളത്തിന്റെ വശങ്ങൾ ഇടിയുകയും ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ആ ഭാഗങ്ങൾ പുനർനിർമ്മിക്കുകയും ചെയ്തു. ഒരിക്കൽ കരിങ്കൽ കെട്ടി മാസങ്ങൾക്കുള്ളിൽ ഇടിഞ്ഞതിന്റെ ചരിത്രവും ഈ കുളത്തിനുണ്ട്. കരിങ്കൽ കെട്ടിയ ഭാഗത്ത് മണ്ണിന്റെ അവശിഷ്ടങ്ങൾ തള്ളിയതിനാലാണ് കെട്ടിയ ഭാഗം തകരാൻ കാരണമായതെന്നാണ് പഞ്ചായത്ത് അന്ന് വിശദീകരിച്ചത്. പെരുവനം ചിറഭാഗത്തേക്ക് പോകുന്ന വഴി ഈ കുളത്തിനോട് ചേർന്നാണ്. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തേക്ക് ഒട്ടേറെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ബലമില്ലാത്ത ഇത്തരം നിർമ്മിതികൾ അപകട ഭീഷണിയും ഉണ്ടാക്കുന്നു. ഈയിടെ 18 ലക്ഷം രൂപ ചെലവാക്കി നവീകരിച്ച അങ്ങാടിക്കുളം ഇന്ന് കാട് പിടിച്ചു കിടക്കുകയാണ്. അവശിഷ്ടങ്ങളും നിറഞ്ഞു കിടക്കുകയാണ്. ഇടിഞ്ഞ വശങ്ങൾ കെട്ടുമ്പോൾ വീണ്ടും ഇടിയാതിരിക്കാൻ കോൺക്രീറ്റ് കൊണ്ട് ബെൽറ്റ് പണിയണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടാറുണ്ട്. എന്നാൽ തങ്ങൾ പറഞ്ഞാലും പഞ്ചായത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം അതൊന്നും പരിഗണിക്കാറില്ലെന്ന് അതാത് സമയത്തെ പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. പഞ്ചായത്ത് എഞ്ചിനീയറുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഇത്തരം അറ്റകുറ്റപ്പണികൾ അശാസ്ത്രീയമാണെന്ന ആരോപണം ശരിവെക്കുന്നതാണ് ഈയിടെ തിരുവള്ളക്കാവ് കുളത്തിന്റെ വശമിടിഞ്ഞത്. ഇങ്ങനെ ഇടിയാനാണെങ്കിൽ പിന്നെ എന്തിനാണ് വെറുതെ ലക്ഷങ്ങൾ ചെലവാക്കി പണിയുന്നത് എന്നതാണ് നാട്ടുകാരുടെ സംശയം. പെരുമ്പള്ളിശ്ശേരി ചങ്ങരയിൽ പാടത്ത് വൻതോതിൽ മാലിന്യം തള്ളിയ സംഭവത്തിൽ ഊരകം പിയ സൂപ്പർ മാർക്കറ്റ് ഉടമയ്ക്കെതിരെ ചേർപ്പ് പഞ്ചായത്ത് നടപടിയെടുത്തു. ഉടമ മഹാരാഷ്ട്ര സ്വദേശി അനിൽ ജഗദാലയുടെ പക്കൽ നിന്നും 25,000 രൂപ പിഴ ഈടാക്കുമെന്ന് ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണ നിയമവും ഖരമാലിന്യ പരിപാലന ചട്ടപ്രകാരമാണ് നടപടി.
24 മണിക്കൂറിനുള്ളിൽ മാലിന്യം പാടത്തു നിന്നും നീക്കിയില്ലെങ്കിൽ പിഴത്തുക കൂട്ടുകയും സൂപ്പർ മാർക്കറ്റിന്റെ ലൈസൻസ് ഉൾപ്പെടെ റദ്ദാക്കുകയും ചെയ്യുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. സൂപ്പർ മാർക്കറ്റിലെ പഴകിയ ഭക്ഷണ സാധനങ്ങളും പ്ലാസ്റ്റിക് കവറുകളും കത്തിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉൾപ്പെട്ട 31 ചാക്ക് മാലിന്യം പാടത്ത് വലിച്ചെറിഞ്ഞ നിലയിലാണ്. പുഴുവരിച്ച നിലയിലുള്ള മാലിന്യം വാർഡംഗം, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ചേർപ്പ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പരിശോധന നടത്തിയത്. മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും കത്തിക്കുകയും അലക്ഷ്യമായി വലിച്ചെറിയുകയും ചെയ്തതിന് ഉടമയിൽ നിന്നും മെയ് മാസത്തിൽ 10,000 രൂപ പിഴ ഈടാക്കിയിരുന്നു. സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകനും അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും വെങ്ങണിശ്ശേരി സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റുമായ ബോബൻ ചക്കാലക്കലിന്റെ നിര്യാണത്തിൽ പാലക്കലിൽ അനുശോചന യോഗം നടത്തി. വെങ്ങണിശ്ശേരി സഹകരണ ബാങ്ക് പ്രസിഡന്റ് സതീഷ് ബാബു മാരാത്ത് അധ്യക്ഷത വഹിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി, അമ്മാടം സഹകരണ ബാങ്ക് പ്രസിഡന്റ് സെബി ജോസഫ് പെല്ലിശ്ശേരി, റാഫി കാട്ടുകാരൻ, സ്മിത വിജയൻ, VI ജോൺസൺ, KK വേലുക്കുട്ടി, KK അനിൽ, KA പ്രദീപ്, KK മോഹനൻ, ES പ്രതീഷ്, സുധീർ ചക്കാലക്കപ്പറമ്പിൽ, TV മോഹനൻ, KJ ജോസഫ്, TB ബബീഷ്, സുനിൽ സൂര്യ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായന മാസാചരണം സാഹിത്യകാരൻ VH ദിരാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VH ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ HM ഇൻചാർജ് CB നന്ദിനി, അധ്യാപകരായ വഹിദ ബാനിയമ്മ, ഷെൻസി KK, ഡോക്ടർ ഷംല CM, ജോയ്സി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ വായനാ മത്സരങ്ങൾ, ആസ്വാദന രചനകൾ എന്നിവ ഉൾപ്പെടുത്തി വിവിധ പരിപാടികൾ വായനാ മാസാചരണത്തിന്റെ ഭാഗമായി നടത്തും. വളരെ പരിമിതമായ വായനകൾ ഉണ്ടായിരുന്നു. പഠനത്തിൽ വളരെ മോശമായ ഒരു കുട്ടിയാണ്. പിന്നെ നമുക്ക് ലൈബ്രറികളൊന്നുമില്ല. ഞാനൊക്കെ വളർന്നതിന് ശേഷമാണ് ചേരം എന്ന ഗ്രാമത്തിൽ അനിയനോട് താമസിക്കുന്നുണ്ട് ഒരു ലൈബ്രറി ഉണ്ടാക്കിയെടുക്കാൻ പ്രയത്നിച്ചത്. കാരണം എന്താ, കുട്ടിക്കാലത്ത് പുസ്തകങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുകയും പുസ്തകം ലഭ്യമാകാതെ വരികയും ചെയ്തതിന്റെ വേദന ഉള്ളിലുള്ളതുകൊണ്ടാണ് ആ വായനശാല ആരംഭിക്കാനായിട്ട് ഞങ്ങളെല്ലാം ശ്രമിച്ചു. ഇപ്പോൾ എൻ്റെ ഒരു പുസ്തകം കേരള യൂണിവേഴ്സിറ്റിയിലും പഠിക്കാനുണ്ട്. അപ്പോൾ മോശമല്ലാത്തൊരു ഭാഷ, മോശമല്ലാത്ത പുസ്തകമാവില്ല ഒരു യൂണിവേഴ്സിറ്റി പഠിക്കാനെടുക്കണമെങ്കിൽ. അതുപോലെ ഒരു 3 കവിതാ സമാഹാരമുണ്ട്, കഥാസമാഹാരമുണ്ട്, പല പഠനങ്ങളുണ്ട്. ഇപ്പോൾ നോവൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒരു സിനിമ ഇറങ്ങിയിരുന്നു, സെക്ഷൻ 306 IPC, ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഇത്രയും എന്നെ കുറിച്ച് പറഞ്ഞത് ഭാഷയിൽ ഒട്ടും പരിചയമില്ലാതിരുന്ന, പഠനത്തിൽ വളരെ പിന്നിൽ നിന്നിരുന്ന ഒരാൾക്ക് ഇങ്ങനെ ആകാൻ സാധിച്ചതിന്റെ അടിസ്ഥാന കാരണം എന്താണ്? വായനയാണ്. വായിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ജീവൻ ഉണ്ടാവുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ള പോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മുടെ അധ്യാപകർ ക്ലാസ് എടുക്കുമ്പോൾ ആ 45 മിനിറ്റ് എന്ന് പറയുമ്പോൾ ടീച്ചർ എടുക്കുന്ന ആ 20 മിനിറ്റ് നമുക്ക് ശരിക്കും കഴിഞ്ഞാൽ അത് റീഡിങ്ങോട് കൂടിയിട്ടുള്ള നമുക്ക് മൈൻഡിൽ അത് നമുക്ക് സൂക്ഷിച്ചു വെക്കാവുള്ളൂ. പിന്നീട് നമ്മൾ എന്ത് ചെയ്യാവുക, അത് ഉപയോഗപ്പെടുത്താനാണ് 45 മിനിറ്റിനുള്ള അവസാനിക്കാൻ കാരണം. അപ്പോൾ നമ്മൾ ഓരോ വായനയും നമുക്ക് എന്താണ് ഒരു വലിയ വലിയ ലോകത്തേക്ക് നമ്മളെ പടുത്തുയർത്തും. വായിക്കും ആ ചിന്താശേഷി വർദ്ധിക്കുക മാത്രമല്ല നമുക്ക് ഒരിക്കലും, അത് പൊതുസമൂഹത്തിനും നാടിനും രാജ്യത്തിനും എല്ലാവർക്കും ഉപകാരപ്രദമാകും. ചേർപ്പ് ശ്രീശങ്കര ശിശുവിദ്യാ മന്ദിരത്തിൽ ദേശീയ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു. വായനയിലൂടെ വിവേകം നേടാൻ ജനങ്ങളെ പഠിപ്പിച്ച PN പണിക്കരുടെ ഓർമ്മ ദിനത്തിൽ പ്രധാനാധ്യാപിക രാഗി VG ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. അധ്യാപിക സുജിത കുട്ടികൾക്കായി കവിത ആലപിച്ചു. വായിച്ചു വളരുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളോട് സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ കുട്ടിക്കവിതകളും ആലപിച്ചു. ചേർപ്പ് CNN GLP സ്കൂളിൽ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു.
യുവ സാഹിത്യകാരൻ ജിബിൻ മോഹൻ പുസ്തകത്തൊട്ടിലിൽ പുസ്തകങ്ങൾ നിക്ഷേപിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ AR രാജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ PTA വൈസ് പ്രസിഡന്റ് ജിനേഷ്, അധ്യാപകരായ രാജി, സുമയ്യ എന്നിവർ സംസാരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി പുസ്തകത്തൊട്ടിൽ, വായനാമൂല ഒരുക്കൽ, കാവ്യകേളി, പത്രപ്രശ്നോത്തരി എന്നിവ സംഘടിപ്പിച്ചു. ഊരകം ALP സ്കൂളിൽ തളിർ ബാലജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ K കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഇൻചാർജ് ദേവസേന അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരി സുചിത്ര B പ്രഭു, പ്രസാദം സമിതി പ്രസിഡന്റ് കലേഷ്, ബാലജന സഖ്യം ജില്ലാ കൺവീനർ KB പ്രമോദ് എന്നിവർ മുഖ്യാതിഥികളായി. PTA പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയാപുറം, പ്രധാന അധ്യാപിക ഗിൽസ ആന്റണി, അധ്യാപകരായ ജിനി, പ്രീത തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വായനാ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും നടന്നു. ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിൽ നടന്ന വായനാ ദിനാചരണം സിനിമാ താരം ഡിക്സൺ തോമസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് വിനോദ് MK, MPTA പ്രസിഡന്റ് ശില്പ ജയൻ, PTA വൈസ് പ്രസിഡന്റ് ജോണി PR, പ്രധാനാധ്യാപിക സിസ്റ്റർ ബിദ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് സ്കൂളിൽ ഒരുക്കിയത്. ചേർപ്പ് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ വായനാമൂല ഒരുക്കി. ചടങ്ങിൽ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഫറൂഖ് ഉമർ, ഹെൽത്ത് സൂപ്പർവൈസർ ഉമേഷ് KM എന്നിവർ സംസാരിച്ചു. ഈ ആശുപത്രിക്ക് വേണ്ടി തന്നിട്ടുള്ള ഈ പുസ്തകങ്ങൾ രോഗികൾക്ക് അത് ഉപകാരം ആകുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഇവിടെ രോഗികൾ ഇഷ്ടംമാർ വരാറുണ്ട്. അവർക്ക് ആ ഒഴിവ് സമയം ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ റെഫർ ചെയ്യാനും. എന്തായാലും ഇതൊരു നല്ല ഉദ്യമമാണ്. ആൾക്കാർക്ക് വായനാശീലം ഇന്ന് പൊതുവെ കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ഉദ്യമം വാസ്തവത്തിൽ തികച്ചും അത് ശ്ലാഘനീയമാണ്. അപ്പോൾ അത് നല്ലൊരു തുടക്കമായി ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. MT വാസുദേവൻ നായരെ അറിയാത്തവരാരും ഉണ്ടാവില്ല. MT വാസുദേവൻ നായർ ഒരു വീട് വാർക്കലിന് ചെന്നപ്പോഴേ ആ വീട്ടിൽ അലങ്കരിച്ചിട്ടുള്ള നല്ലോണം പുസ്തകങ്ങൾ കണ്ടു, കുറേയധികം പുസ്തകങ്ങൾ. അപ്പോൾ അയാൾ ഓരോ പുസ്തകങ്ങളും നോക്കി അയാൾ വായിക്കാത്ത പുസ്തകത്തിൻ്റെ അവിടെ അയാൾ പറഞ്ഞു അതൊന്നും എടുക്കാൻ പറഞ്ഞു. പക്ഷെ അതവിടെ ഫിക്സ് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം ആ ഒരു അലങ്കാരത്തിനാണ് ഇപ്പോൾ പലരും പുസ്തകങ്ങൾ ഉപയോഗിക്കുന്നതും വായനശാലയുടെ അലമാരികളൊക്കെ ഫില്ല് ചെയ്യുന്നത്. അങ്ങനൊരു അവസ്ഥ ആവരുത്. നമ്മുടെ ഓരോ കുട്ടികളും വായനാശീലം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ളതാണ്. നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ TV കാണുമ്പോഴോ മൊബൈൽ കാണുമ്പോഴോ നമുക്ക് ബ്രെയിൻ വർക്ക് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. കാരണം ഇപ്പോൾ രാമൻ പശുവിനെ കെട്ടാൻ പോകണമെന്ന് പറഞ്ഞ ഉദാഹരണം പറഞ്ഞാൽ രാമൻ പശുവിനെ കെട്ടാൻ പോകണം നമ്മൾ കാണുകയാണ് അല്ലേ. പക്ഷേ വായിക്കുമ്പോൾ എന്താണ്, വായിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ചിന്തയിൽ അത് വരികയാണ്. രാമൻ പശുവിനെയും കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണം അല്ലേ. തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ചൊവ്വൂർ സെന്ററിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പുസ്തകങ്ങൾ കൈമാറി. ഓട്ടോറിക്ഷ ഡ്രൈവർ ജോർജ് വിദ്യാർത്ഥികളിൽ നിന്ന് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി സംസാരിച്ചു. അധ്യാപകരായ ധന്യ, വിദ്യ, പാർവതി VK എന്നിവർ നേതൃത്വം നൽകി. ഭൗതിക വെല്ലുവിളി നേരിടുന്നവർക്ക് സൗജന്യ പരിശീലനം നൽകുന്ന തൃശൂർ അഡാപ്റ്റീവ് സൊസൈറ്റിയുടെ വെങ്ങിണിശ്ശേരിയിലെ കേന്ദ്രത്തിൽ വായനാ ദിനത്തിനോടനുബന്ധിച്ച് വായനയുടെ സ്വർഗം റീഡിംഗ് കോർണർ കവിയും എഴുത്തുകാരനുമായ പന്തളം സജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. അഡാപ്റ്റീവ് പ്രസിഡന്റ് AV സണ്ണി അധ്യക്ഷത വഹിച്ചു. AM വക്കച്ചൻ, വർഗീസ് സക്കര, ചാക്കോ പോൾ ആളൂർ, ഫ്രാൻസിസ് പാലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. പാലിശ്ശേരി ALP സ്കൂളിൽ നടന്ന വായനാ ദിനാചരണം ഡോക്ടർ KA ബേബി ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക ക്ലെൻസി ഫ്രാൻസിസ്, അധ്യാപികയായ അനീറ്റ എബ്രഹാം, സ്കൂൾ ഡെവലപ്മെന്റ് കമ്മിറ്റി മെമ്പർമാരായ PC ജോസ്, ജിമ്മി, PTA പ്രസിഡന്റ് വിൻസി എന്നിവർ സംസാരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികളുടെ കവിതാലാപനം, ജീവചരിത്രക്കുറിപ്പ് വായന, പ്രസംഗം തുടങ്ങിയ മത്സരങ്ങൾ നടന്നു. പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയിൽ 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന വായന പക്ഷാചരണത്തിന് തുടക്കം കുറിച്ചു. പള്ളിപ്പുറം ALP സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം MK വിലാസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല സെക്രട്ടറി ജയാനന്ദൻ കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ PN പണിക്കർ അനുസ്മരണം നടത്തി. ALP സ്കൂൾ പ്രധാനാധ്യാപിക ഷൈജി, വായനശാല അംഗം വിശ്വംഭരൻ, സ്കൂൾ അധ്യാപകൻ ശ്രീകാന്ത്, വായനശാല വൈസ് പ്രസിഡന്റ് ധനലക്ഷ്മി എന്നിവർ സംസാരിച്ചു.
ബലിപെരുന്നാളിനോടനുബന്ധിച്ച് വലിയ ചേനം സ്വാന്തനം SYS SSFന്റെ നേതൃത്വത്തിൽ മധുര വിതരണം നടത്തി. തൃപ്രയാർ സോൺ എക്സിക്യൂട്ടീവ് അംഗം ഷിഹാബുദ്ദീൻ TK, SYS യൂണിറ്റ് പ്രസിഡന്റ് റസാഖ് വെട്ടുതിലത്ത, ട്രഷറർ മുഹമ്മദ് നവാസ് എന്നിവർ നേതൃത്വം നൽകി. പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിലെ വായനാ ദിനാചരണം സാഹിത്യകാരൻ ഉണ്ണികൃഷ്ണൻ പുലരി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CS സിരിൻസൺ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക PV ഷൈനി, വാർഡ് മെമ്പർ അനിത ശശി, MPTA വൈസ് പ്രസിഡന്റ് അമല അശോക്, KG ലിറ്റി എന്നിവർ സംസാരിച്ചു. തൃശൂർ ചെറുതുരുത്തിയിൽ ഹോട്ടലിൽ സംഘർഷം. ചെറുതുരുത്തി പാലത്തിന് സമീപത്തെ ഹോട്ടലിലായിരുന്നു സംഭവം. ഇന്നലെ പുലർച്ചെ 1 മണിയോടെയാണ് സംഘർഷമുണ്ടായത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ചെറുതുരുത്തി പാലത്തിനടുത്തുള്ള കിസ്മിസ് ഹോട്ടലിലായിരുന്നു സംഘർഷമുണ്ടായത്. ഭക്ഷണം കഴിക്കാനെത്തിയ യുവാക്കളാണ് സംഘർഷമുണ്ടാക്കിയത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മറ്റുള്ളവരുമായി യുവാക്കൾ തർക്കത്തിലായി. തർക്കം പിന്നീട് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. ഹോട്ടലിലെത്തിയ 4 യുവാക്കൾ ശബ്ദം വയ്ക്കുകയും അത് ചോദ്യം ചെയ്തവരുമായി ഉണ്ടായ വാക്ക് തർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. സംഘർഷത്തിനിടെ യുവാക്കൾ ഹോട്ടൽ ഭാഗികമായി തല്ലിപ്പൊളിച്ചു. അതിനിടെ സംഘർഷത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവത്തിൽ 4 യുവാക്കളെ ചെറുതുരുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു. 7ഓളം പേർ സംഘത്തിലുള്ളതായി പറയുന്നു. വടക്കാഞ്ചേരി, പുതുശ്ശേരി ഭാഗത്തുള്ള ആളുകളാണ് സംഘർഷത്തിൽ ഉൾപ്പെട്ടത്. ഒരിടവേളയ്ക്ക് ശേഷം പാലപ്പള്ളി മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. കുണ്ടായി ചൊക്കന റോഡിന്റെ വശങ്ങളിലെ തോട്ടങ്ങളിലും പാലപ്പള്ളി പിള്ളത്തോട് ഭാഗത്തുമാണ് ആനകൾ ഇറങ്ങിയത്. 2 ഇടങ്ങളിലും 6 ആനകൾ വീതമാണുള്ളത്. ചൊക്കന ഭാഗത്തിറങ്ങിയ ആനക്കൂട്ടം റോഡിലേക്ക് കയറുന്നത് യാത്രക്കാരെ ആശങ്കയിലാക്കുന്നുണ്ട്. വളവുള്ള ഭാഗത്തേക്ക് ആനകൾ റോഡ് മുറിച്ചു കടക്കുന്നത് യാത്രക്കാർക്ക് പെട്ടെന്ന് കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. മുൻപ് ഇവിടെ കാട്ടാനകൾ വാഹനയാത്രക്കാരെ ആക്രമിച്ചിരുന്നു. പിള്ളത്തോട് പാലത്തിന് സമീപം കഴിഞ്ഞ രാത്രിയിൽ ഇറങ്ങിയ ആനകൾ തോട്ടത്തിന്റെ മതിൽ തകർത്ത ശേഷം ബുധനാഴ്ച പുലർച്ചെയാണ് മടങ്ങിയത്. ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനകൾ കൂട്ടമായി എത്തിയതോടെ തോട്ടം തൊഴിലാളികളും നാട്ടുകാരും ഭീതിയിലാണ്. ചൊവ്വൂർ എലുവത്തിങ്കൽ അന്തോണി ഭാര്യ സെലീന നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. മക്കൾ ഷീബ, ബെൻസൺ, തോംസൺ, സേവിയർ, ജോജു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6620 രൂപ, പവന് 52,960 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. മലയാളിയുടെ വായനയിൽ വിപ്ലവം സൃഷ്ടിച്ച PN പണിക്കരുടെ സ്മരണയായി വായനാ ദിനം. ചേർപ്പ് മേഖലയിലെ വിദ്യാലയങ്ങളിൽ വായനാ ദിനാചരണം വിപുലമായി ആചരിച്ചു. അവസ്ഥകൾ പഴയതു തന്നെ. നവീകരിച്ച ചേർപ്പങ്ങാടിക്കുളം കാട് പിടിച്ചു നശിക്കുന്നു. പെരുമ്പള്ളിശ്ശേരി ചങ്ങരയിൽ പാടത്ത് വൻതോതിൽ മാലിന്യം തള്ളിയ സംഭവത്തിൽ ചേർപ്പ് പഞ്ചായത്ത് നടപടി സ്വീകരിച്ചു.
പ്രവർത്തകനും അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും വെങ്ങനശ്ശേരി സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റുമായ ബോബൻ ചക്കാലക്കലിന്റെ നിര്യാണത്തിൽ പാലക്കലിൽ അനുശോചന യോഗം നടത്തി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.